അധ്യക്ഷനായിട്ടുള്ള ആദരണീയനായ പ്രിയദർശൻ സാർ, പ്രിയപ്പെട്ട CG മാഷ്, പ്രിയ സുഹൃത്ത് സജി ജെയിംസ്, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വക്കം മൗലവിയെ അനുസ്മരിച്ചുകൊണ്ട് സർവമത സമ്മേളനത്തിനെ മുൻനിർത്തി സംസാരിക്കാൻ കഴിയുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. രണ്ടും വക്കം മൗലവിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ 100 കൊല്ലം മുമ്പ് നടന്ന സർവമത സമ്മേളനവും ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിനായി നടന്ന നാനാതരം പ്രവർത്തനങ്ങളിൽ, ബഹുശാഖിയായ പ്രവർത്തനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സംഗതികളാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല. പല നിലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ CG മാഷും അതുപോലെ പ്രിയദർശൻ സാറും പറയുകയുണ്ടായി. സർവമത സമ്മേളനത്തിൽ സംബന്ധിച്ച ആളുകളിൽ ഒരാളായിരുന്നു വക്കം മൗലവി എന്നത് മാത്രമല്ല, സർവമത സമ്മേളനം മുമ്പോട്ട് വെച്ച അടിസ്ഥാന വീക്ഷണങ്ങളെ അക്കാലത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ചുരുക്കം പേരിലൊരാളുമായിരുന്നു അദ്ദേഹം. സർവമത സമ്മേളനം 1924 നടക്കുന്നത്. മാർച്ച് 3, 4 തീയതികളിൽ ആലുവ പുഴയുടെ തീരത്ത് ശിവരാത്രിയോട് അനുബന്ധിച്ചാണ് ആ സമ്മേളനം നടക്കുന്നത്. നാം ഇന്ന് സാധാരണയായി മനസ്സിലാക്കി വരുന്നത് പോലെ ഔപചാരികമായൊരു മതസാഹോദര്യം എന്ന പരിമിതമായ അർത്ഥത്തിൽ മാത്രമല്ല ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് അങ്ങനെ ഉള്ള ആലോചനകൾ പോലും കുറഞ്ഞു വരുന്നു എന്ന കാര്യം CG മാഷ് ഇവിടെ പറയുകയുണ്ടായി. വാസ്തവത്തിൽ നാരായണ ഗുരുവിൻ്റെ ഇടപെടലുകളിൽ ഏറ്റവും പരമപ്രധാനമായ 2 സന്ദർഭങ്ങൾ, ഒന്ന് അരിപ്പുറം പ്രതിഷ്ഠയും മറ്റൊന്ന് സർവമത സമ്മേളനവുമാണ്. എങ്കിലും സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ അതെത്രയോ കുറഞ്ഞ അളവിലാണ് ഓർമ്മിക്കപ്പെടുന്നത് എന്നത് തന്നെ മതസാഹോദര്യമെന്ന ആശയം പോലും നമുക്ക് എത്രമേൽ അപരിചിതമായിക്കൊണ്ടിരിക്കുന്നു, അസ്വീകാര്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ശിവഗിരി മഠം മാറ്റിവെച്ചാൽ ശ്രീനാരായണ പാരമ്പര്യത്തിൻ്റെ തുടർച്ച അവകാശപ്പെടുന്ന സംഘടനകളൊന്നും സർവമത സമ്മേളന ശതാബ്ദിയെ വലിയ തോതിൽ ഏറ്റെടുക്കുന്നത് നാം കാണുന്നില്ല. 100 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സമ്മേളനം കേരളത്തിൽ നടന്നെങ്കിലും 100 കൊല്ലത്തിനിപ്പുറം അതിനെ ഓർമ്മിക്കാനായി നമ്മുടെ സമൂഹത്തിന് ആത്മബലം കുറഞ്ഞൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. മാത്രമല്ല, നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കാനും തങ്ങളുടെ മതപരമായ രാഷ്ട്രീയ കാര്യപരിപാടിയുടെ ഉപകരണങ്ങളിലൊന്നാക്കി മാറ്റാനും ഇന്ത്യയിലെ വർഗീയ ശക്തികൾ വലിയ തോതിൽ പരിശ്രമിക്കുന്ന ഒരു കാലത്താണ് വാസ്തവത്തിൽ ഈ ഓർമ്മ എത്രയോ പ്രധാനമാണ് എന്ന് വരുന്നത്. അതുകൊണ്ട് സർവമത സമ്മേളനത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ 100 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സമ്മേളനം നടന്നിരുന്നു എന്ന ഔപചാരികമായ സ്മരണ മാത്രമല്ല, മറിച്ച് ആ സ്മരണയ്ക്ക് നമ്മുടെ കാലത്ത് വലിയ പ്രവർത്തനശേഷിയുള്ള ഒരു സ്മരണയാണ്. സ്മരണകൾക്ക് പല പ്രകാരങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. മിക്കവാറും സ്മരണകളൊക്കെ ഭൂതകാലത്തിൽ സ്തംഭിച്ച് നിൽക്കും. പഴയതോ കാലത്തെക്കുറിച്ച്, പണ്ടെന്നോ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച്, പണ്ടെന്നോ നടന്നുപോയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആ കാലത്തിൻ്റെ അതിരുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഓർമ്മകളായിരിക്കും. മറിച്ച് ചില ഓർമ്മകൾ പഴയ കാലത്തു നിന്ന് നമ്മുടെ കാലത്തിലേക്ക് വന്ന് നമ്മുടെ കാലത്തും ആഴത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഓർമ്മയായിരിക്കും. ഇപ്പോൾ ഗാന്ധിയുടെ മരണം അങ്ങനെ ഒരു ഓർമ്മയാണ്. ഗാന്ധി 48 ജനുവരി 30 കൊല്ലപ്പെട്ടു എന്നത് വെറും ഒരു ഓർമ്മയല്ല, അത് നമ്മുടെ കാലത്തോട് അതിനിശിതമായി ഇടപെടുന്നൊരു ഓർമ്മയാണ്, പ്രവൃത്തിയാണ് ആ ഓർമ്മ. മെമ്മറി ഓഫ് പ്രാക്ടീസ് എന്ന് ചില സാമൂഹ്യ ചിന്തകന്മാർ അത്തരം ഓർമ്മകളെക്കുറിച്ച് പറയും. അത് ഒരു പേഴ്സണൽ മെമ്മറിയോ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയോ
അല്ല, അത് മെമ്മറി ഓഫ് പ്രാക്സിസ് എന്ന് പറയാവുന്ന ആ നിലയിൽ പ്രവൃത്തിയായിത്തീരുന്ന ഒരു ഓർമ്മയാണ് വാസ്തവത്തിൽ സർവമത സമ്മേളനത്തിൻ്റേത്. അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ആത്മബലം ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിന് കുറഞ്ഞു പോയത് കൊണ്ടുകൂടിയാണ് വാസ്തവത്തിൽ ആ സ്മരണ കേരളത്തിൽ ഇന്ന് ഒരു തീ പോലെ പടരാത്തത് എന്നുകൂടി ഞാൻ കരുതുന്നു. 1924 ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരണകൾ എന്തായിരുന്നു എന്ന് നമുക്ക് 100% കൃത്യമായി അറിയുക വയ്യ. അതിന് പിന്നിൽ മലബാർ കലാപം ഉണ്ടായിരുന്നു, അതുണ്ടാക്കിയ അസ്വാസ്ഥ്യങ്ങളുണ്ടായിരുന്നു എന്ന് ധാരാളമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഗുരു പക്ഷേ നേരിട്ടങ്ങനെ ഒരു പ്രസ്താവന അതേക്കുറിച്ച് നടത്തിയതായി അറിയില്ല. സർവമത സമ്മേളനം എന്ന സമ്മേളനത്തിൻ്റെ ഔപചാരിക രൂപം 1924 സംഭവിച്ചതെങ്കിലും വാസ്തവത്തിൽ അതിലേക്കുള്ള ഗുരുവിൻ്റെ ആശയപരമായ വഴി തെളിയുന്നത് അതിനുമൊക്കെ വളരെ വളരെ മുമ്പാണ്. 1897 ആത്മോപദേശ ശതകം എഴുതുന്ന സമയത്ത് തന്നെ ഗുരു മതം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഭവപരം ഓണ്ടോളജിക്കൽ എന്ന് പറയാവുന്ന ഒരു പുനർവിഭാവനത്തിന് തയ്യാറാകുന്നുണ്ട്. അതിൽ 42-44 ശ്ലോകങ്ങളിൽ അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട്. പല മതസാരവും ഏകം എന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം എന്നാണ് 42ാമത്തെ ശ്ലോകം പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആശയം പല മതസാരവും ഏകം എന്നതാണ്. പിന്നീട് ഒരു ശ്ലോകം കഴിഞ്ഞ് പൊരുത് ജയിപ്പത് അസാധ്യമൊന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. തമ്മിൽ പൊരുതി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരമതവാദികളാണ് ഇതോർക്കാതെ പൊരുതി പാഴെ പൊരുത് പൊലിഞ്ഞിടുന്നത് എന്നും അദ്ദേഹം പറയണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പല മതസാരവും ഏകം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? അത് അന്നത്തെ നിലയിൽ വളരെ സവിശേഷമായൊരാശയമാണ്. കാരണം അന്നത്തെ മതസംവാദങ്ങളുടെ ഒരു പൊതുരീതി നോക്കിയാൽ അത് ഒരിക്കലും മതസാഹോദര്യം എന്ന് പരമതസാരം ഏകം എന്ന ആശയം എന്ന് വേണ്ട, മതസാഹോദര്യം എന്ന ആശയത്തോടു പോലും ഒത്തുപോകുന്ന നിലയിലല്ല നടന്നിരുന്നത്. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല, അന്നത്തെ ഒരു പൊതുരീതി അതാണ്. അടിസ്ഥാനപരമായി മതസമ്മേളനങ്ങളൊക്കെ അന്ന് നടക്കുന്നത് 2 തത്വങ്ങളിൽ ഊന്നിയിട്ടാണ്. ഒന്ന് സ്വമത സമർത്ഥനം, 2 പരമത ഖണ്ഡനം. തൻ്റെ മതത്തിൻ്റെ തത്വങ്ങളെയും യുക്തികളെയും വാദിച്ചുറപ്പിക്കുക, തനിക്ക് തെറ്റെന്ന് തോന്നുന്ന അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത മതങ്ങളുടെ പോരായ്മകളെ പല നിലകളിൽ ചൂണ്ടിക്കാണിക്കുക. ഇത് അന്നത്തെ 19ാം നൂറ്റാണ്ടിനൊടുവിൽ എഴുതപ്പെട്ട എത്രയോ ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. വലിയ ആദരണീയരായ പണ്ഡിതന്മാർ എഴുതിയ കൃതികളിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും. ദയാനന്ദ സരസ്വതി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ വലിയ നേതൃബിംബങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ സത്യാർത്ഥപ്രകാശത്തിലൊക്കെ ക്രിസ്തുവും നബിയുമൊക്കെ അങ്ങനെ കാര്യമായൊരു സാമൂഹ്യ വിവേകമില്ലാത്ത ആളുകളായിരുന്നു എന്ന നിലയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ക്രിസ്തുമതത്തിനെതിരെ ചട്ടമ്പിസ്വാമി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് നമുക്കറിയാം, ക്രിസ്തുമതഛേദനം. അത് നാഗർകോവിലും പരിസരത്തുമൊക്കെ മതപരിവർത്തനം ശക്തമായി വന്ന സമയത്ത് കൂടിയാണ് അദ്ദേഹം അത് എഴുതുന്നത്. പക്ഷേ മതതത്വങ്ങൾക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ കടന്നാക്രമണം. ചനാവുള്ള മക്തി തങ്ങൾ കഠോര കുഠാരം എന്ന പേരിൽ ക്രിസ്തുമത തത്വങ്ങൾക്കെതിരെ എഴുതുന്നുണ്ട്. അക്കാലത്ത് എല്ലാവരും എഴുതുന്നുണ്ട് ഇത്. അത് ആ കാലത്തെ മതസംവാദ രീതിയുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരർത്ഥത്തിൽ 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ നടന്നതും ഇത് തന്നെയാണ്. ക്രിസ്തുമതത്തിൻ്റെ മഹിമയെ മറ്റെല്ലാ മതങ്ങൾക്കും മുകളിൽ ഉയർത്തി കാണിക്കുക എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വിളിച്ചു ചേർക്കപ്പെട്ട സമ്മേളനമാണ് അത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പലമതസാരവും ഏകം എന്ന തത്വത്തിലേക്കാണ് ഗുരു എത്തിച്ചേരുന്നത്. ഗുരുവിൻ്റെ മതദർശനത്തെ സൂക്ഷിച്ചു നോക്കിയാൽ 2 സവിശേഷതകളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊന്ന് സൂചിപ്പിച്ച് ഈ സർവമത സമ്മേളനത്തെ സംബന്ധിച്ച ചില ആശയങ്ങൾ പറയാമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഗുരു മതത്തെ അതിൻ്റെ ചരിത്രപരവും സാമൂഹികവുമായ ഉള്ളടക്കത്തിൽ നോക്കിക്കണ്ട ഒരാളാണ്. അതല്ലാതെ സാധാരണ പുരോഹിതന്മാരും മതചിന്തകന്മാരും പറയുന്നത് പോലെ അതിഭൗതികമായ ശാശ്വതമായ കേവലമായ ഒന്നായി മതത്തെ ഗുരു ഒരിക്കലും കണ്ടിട്ടില്ല.
CV കുഞ്ഞിരാമനുമായി നടത്തിയ പ്രസിദ്ധമായ സംഭാഷണത്തിൽ ഗുരു അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് വളരെ പ്രകോപനമുണ്ടാക്കാവുന്നൊരു വാക്യം ഗുരു അന്ന് പറയുന്നത്, CVയോട് പറയുന്നത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് ഹിന്ദുമതത്തിന് മാത്രം ബാധകമായ ഒരു പ്രസ്താവനയല്ല, ഏത് മതത്തെ സംബന്ധിച്ചും ഗുരുവിൻ്റെ നിരീക്ഷണത്തിൽ സാധുവായ ഒരാശയാണ്. CV കുഞ്ഞിരാമനാണ് ഗുരുവിനോട് ചോദിക്കുന്നത്, സ്വാമി പറയുന്നതിൽ എല്ലാവരുടെയും ജാതി ഒന്നാണ് എന്ന് പറയുന്നത് വ്യക്തമാണ്, മനുഷ്യജാതി. ഗുരു ജാതിയെ ഒട്ടും അമൂർത്തമായിട്ടല്ല വിശദീകരിച്ചത് എന്ന കാര്യവും ഇവിടെ ശ്രദ്ധിക്കണം. മതത്തെ പോലെയോ ദൈവത്തെ പോലെയോ ഒരു അമൂർത്ത തത്വമായിട്ടല്ല, മൂർത്തമായൊരു ശരീരബന്ധമായിട്ടാണ് ഗുരു ജാതിയെ കാണുന്നത്. അത് വളരെ ചരിത്രപരമായ ഉൾക്കാഴ്ചയുള്ള ഒന്നാണ്. കാരണം ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്നത് ഒരാശയമല്ല, അതൊരു ഭൗതിക രൂപമാണ്. ആ ഭൗതിക രൂപം പ്രവർത്തിച്ചത് ശരീരത്തിലാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ എന്ന ആശാൻ പറയുന്നത് ഈ ശരീരത്തെയാണ്. അതുകൊണ്ട് ജാതിക്കെതിരായ ഗുരുവിൻ്റെ നില അടിസ്ഥാനപരമായി ശരീരബദ്ധമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിന് ശേഷം പിന്നെ ശരീരഭാഷയാണ്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നാണ്. ശരീരത്തിൻ്റെ മൂർത്തതയിലാണ് ജാതിയുടെ ഏകത. അല്ലാതെ അത് എല്ലാ മനുഷ്യരും ദൈവാംശ സംഭവങ്ങളാണ് എന്ന ഒരു അമൂർത്തമായ തത്വമൊന്നുമല്ല, മറിച്ച് ശരീരം ഒന്നാണ്. പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാം എന്ന് പിന്നീട് അദ്ദേഹം ജാതിയെ വിശദീകരിക്കുകയും ചെയ്തു. വേര് ഊരു തൊഴിൽ മൂന്നുമായത് പോരുമേ, ജാതി ഏതെന്ന് ചൊല്ലേണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ. ശരീരം പറയും. അതുകൊണ്ട് ശരീരത്തിൽ തെളിയുന്നതാണ് ജാതി എന്നിങ്ങനെ ജാതിയെക്കുറിച്ചുള്ള വർണ്ണധർമ്മ സങ്കല്പത്തെ, ജാതിയെ ഒരു ആധുനികമായ ഒരു ജീവശാസ്ത്ര തത്വത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഗുരു ജാതിയെക്കുറിച്ച് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമൂർത്തമായ തത്വങ്ങൾ കൊണ്ടല്ല, മൂർത്തമായ ഭൗതിക പ്രയോഗങ്ങൾ കൊണ്ടാണ് ജാതി എന്ന ആശയത്തെ നേരിടേണ്ടത് എന്ന കാര്യം ഗുരുവിന് അറിയുമായിരുന്നു. ദർശനമാല എഴുതിയ ആളാണ്, ഒരുപാട് ആശയങ്ങൾ എഴുതിയ ആളാണ്. പക്ഷേ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ അമൂർത്തമായ തത്വവിചാരത്തിലേക്ക് ഗുരു ഒരിക്കലും പിൻവാങ്ങുന്നില്ല. ശരീരത്തിൻ്റെ മൂർത്തത എന്ന വളരെ അനന്യമായൊരു സ്ഥാനത്താണ് ഗുരു ജാതിയെ ഉറപ്പിക്കുന്നത്. ഗാന്ധിയൊന്നും ആ കാലത്ത് അങ്ങനെയല്ല. ഗാന്ധിയൊക്കെ ജാതി ന്യായമാണെന്ന് കരുതുകയും മനുഷ്യവംശത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ തെളിവാണ് ജാതി എന്ന് കരുതുകയും ഒക്കെ ചെയ്ത് ഈ പ്ലാവിലയും ആവില ഇലകളൊക്കെ വേറെ വേറെയല്ല സ്വാമി എന്ന് 1924 വൈക്കം സത്യാഗ്രഹത്തിന് വരുന്ന സമയത്ത് ഗുരുവിനെ കാണാൻ ചെന്നപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞത് എല്ലാ ഇലകളും പിഴിഞ്ഞെടുത്താൽ ചാറ് ഒന്ന് തന്നെയായിരിക്കും എന്ന് ഗുരുവിനോട് പറയുകയും വർണ്ണധർമ്മം നല്ലതാണ് എന്ന് ഗാന്ധി പറഞ്ഞതായിട്ട് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ഗാന്ധി എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എന്ന് അദ്ദേഹം അതേക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജാതി ഒന്നാണ് എന്ന് ഗുരു പറഞ്ഞത് വ്യക്തമാണ്, ദൈവം ഒന്നാണ് എന്ന ആശയവും വ്യക്തമാണ്. പക്ഷേ മതം എങ്ങനെ ഒന്നായിത്തീരും? പല മതങ്ങളല്ലേ ചരിത്രത്തിലുള്ളത്, അതിന് പല പ്രകാരങ്ങളും പല രീതികളുമല്ലേ? അതൊന്നാണ് എന്ന് പറയുന്നതിൻ്റെ സാധുത എന്താണ്? ഇതാണ് CV കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിച്ചത്. അതിന് വിശദീകരണം ഗുരു നൽകുന്ന സമയത്ത് 2 ഘടകങ്ങളെ ഗുരു വേറിട്ടെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് മതത്തിൻ്റെ സാമൂഹികമെന്നോ ചരിത്രപരമെന്നോ പറയാവുന്ന അതിൻ്റെ നിലനിൽപ്പ്, മറ്റൊന്ന് മതത്തിൽ നിലീനമായിരിക്കുന്ന ചില അടിസ്ഥാന മൂല്യങ്ങൾ. ഇതിന് രണ്ടിനെയും ഗുരു വേറിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് ഗുരു പറയുന്നത്, എന്തിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്? മതം എന്നത് അതിൻ്റെ ആചാരരൂപങ്ങൾ, സ്ഥാപന സംവിധാനങ്ങൾ, പൗരോഹിത്യക്രമങ്ങൾ, അതുണ്ടാക്കുന്ന ദൈവശാസ്ത്രം അല്ലെങ്കിൽ അതിനെ നിർമ്മിക്കുന്ന ദൈവശാസ്ത്രം, ഇതിനെയാണോ മതമായി കാണേണ്ടത്? അതോ മതം എന്ന് പറയുന്നത് മതം മുമ്പോട്ട് വയ്ക്കുന്ന ചില നൈതിക ആധാരങ്ങളാണോ? ഇതിലേതാണ് മതം? അപ്പം ഇതിൽ വളരെ പ്രധാനമാണ് ഈ ഒരു ചോദ്യം. കാരണം മതത്തെ ഏറ്റവും പ്രാഥമികമായി വേർതിരിച്ച് നോക്കിയാൽ മതം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ അതിൻ്റെ ഒരു ദൈവശാസ്ത്രമുണ്ട്. ദൈവശാസ്ത്രപരമായൊരു ഉള്ളടക്കില്ലെങ്കിൽ വിശ്വാസങ്ങൾക്ക് മതത്തിൻ്റെ പദവിയിലൊന്നും എത്താൻ പറ്റില്ല. എല്ലാ മതങ്ങൾക്കും ദൈവശാസ്ത്രപരമായൊരു തലമുണ്ട്. എല്ലാ മതങ്ങളിലും അതാതിൻ്റെ പൗരോഹിത്യ രൂപങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അവയുടേതായ ആചാരക്രമങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും സ്ഥാപന സംവിധാനങ്ങളും ഉണ്ട്. ഈ 4 ഘടകങ്ങൾ എടുത്താലും മതങ്ങളുടെ അടിസ്ഥാന പ്രകൃതം അത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളില്ല.
നിങ്ങൾക്കൊരു പൗരോഹിത്യക്രമത്തെ മറ്റൊരു പൗരോഹിത്യക്രമത്തോടോ ഒരാചാരത്തെ മറ്റൊരാചാരത്തോടോ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് മതത്തിൻ്റെ ഈ ഘടകങ്ങളിൽ ഊന്നിയാൽ മതം പ്രവർജകമാണ്, പുറന്തള്ളും, മറ്റൊരു മതത്തെ ഉൾക്കൊള്ളില്ല. അന്യോന്യം പുറന്തള്ളുന്ന ഘടകങ്ങളാണ് ആചാരമായാലും പൗരോഹിത്യ രൂപമായാലും സ്ഥാപന സംവിധാനങ്ങളായാലും ദൈവശാസ്ത്രം പോലുമായാലും. തിയോളജിക്കൽ പോലും നിങ്ങൾക്ക് മതങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ പറ്റില്ല. ഇതിനപ്പുറം മതം ചേർന്ന് നിൽക്കുന്ന ഘടകം ഏത് എന്നിടത്താണ് ഗുരു മതത്തിൻ്റെ ഒരു ഓണ്ടോളജിക്കൽ റീഡെഫിനിഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഇടപെടുന്നത്. ഗുരു കരുതിയത് മതം എന്നത് അത് അനുഭവമൂല്യമാണ്. ഈ അനുഭവമൂല്യം എങ്ങനെ കൈവരുന്നു? അതിനാധാരമായ നൈതിക പ്രമാണങ്ങളിൽ നിന്ന്. എന്താണ് മതത്തിൻ്റെ നൈതിക പ്രമാണം? ഗുരു സിവിയോട് പറയും, ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായ വിശദീകരണമാണ്, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? അതുകൊണ്ട് മതത്തിൻ്റെ അനുഭവമൂല്യമായിട്ട് ഉൾക്കൊണ്ട ഒരാൾക്ക് മതഭേദമില്ല. ഗുരു ഖണ്ഡിതായി പറയുന്നുണ്ട് കേട്ടോ, ആയിട്ടുള്ള സംഭാഷണത്തിൽ, മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല. മതം അറിയാത്തവർക്കേ മതം പ്രമാണമായിട്ടുള്ളൂ, മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞത്, ബുദ്ധമതം ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത് എന്ന് ഗുരു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മതാനുഭവം നിങ്ങൾക്ക് കൈവന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ പിന്നെ മതത്തെ തന്നെ മറികടക്കാൻ ആ മതാനുഭവം മതി. ഇതാണ് മതത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ കരുതലിൻ്റെ കാതൽ എന്നാണ് ഞാൻ കരുതുന്നത്. അത് മതത്തെ ചരിത്രപരവും സാമൂഹികവും പരിമിതവുമായ ഉള്ളടക്കത്തിൽ നിന്ന് സാർവലൗകികമായ ഒരനുഭവ മൂല്യത്തിലേക്ക് വികസിപ്പിക്കുന്ന വളരെ നിർണായകമായ ഒരു മാറ്റമാണ്. ഇങ്ങനെ മാറിയത് കൊണ്ടാണ് സ്നേഹം സാഹോദര്യത്തിനോ സാഹോദര്യം കരുണയ്ക്കോ കരുണ ഏകഭാവത്തിനോ എതിരല്ലാത്തതുകൊണ്ട് ഒരു മതം മറ്റൊന്നിനെ പൂരിപ്പിക്കുന്നതായി തീരും എന്നിടത്ത് ഗുരു എത്തിച്ചേരുന്നത്. ഇത് സിവിയോടുള്ള സംഭാഷണത്തിൽ ഗുരു പറയുന്നത്, ഇത് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. പല കാലങ്ങളിൽ പല ആചാര്യന്മാർ രൂപപ്പെടുത്തിയ പാരമ്പര്യങ്ങൾ, ശൈവം, ശാക്തേയം, വൈഷ്ണവം, ജൈനം, ബൗദ്ധം എന്നിങ്ങനെ താന്ത്രികം, ഇങ്ങനെ പല പാരമ്പര്യങ്ങൾ, ഇവയെ കൂട്ടിയിണക്കി പിൽക്കാലത്ത് ഒരു പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്തത്. വാസ്തവത്തിൽ സോഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന, സാമൂഹികമായും ചരിത്രപരമായും സ്ഥാപിക്കപ്പെടുന്ന ഒന്നാണ് മതം. അതിൻ്റെ നേതൃബിംബങ്ങളുമൊക്കെ അങ്ങനെയാണ്. കൃഷ്ണനും ശിവനും ഒക്കെ ഓരോ കാലത്ത് ഉയർന്നു വന്ന വലിയ വലിയ നേതാക്കളായിരിക്കും. പിൽക്കാലത്ത് അവർക്കൊക്കെ ദൈവപരിവേഷം കിട്ടിയെന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം ഈ സിവിയോട് പറയുന്നുണ്ട്. കൗതുകമുള്ളൊരു കമൻ്റ് കൂടിയുണ്ട് കേട്ടോ. ശിവൻ്റെ തലയിലെ ചന്ദ്രക്കല സിംഹളര് തലയിൽ വയ്ക്കുന്നത് പോലെ വല്ല ചീർപ്പോ മറ്റോ വെച്ചതായിരിക്കും എന്നും ഗുരു അവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ നിലയിലാണെങ്കിൽ മൂപ്പര് ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെയൊന്നും മതമായി കാണേണ്ടതില്ല. ഇതെല്ലാം മതത്തിൽ അന്ന് വെച്ച് അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. ഒരാളിതാണ് മതം എന്ന് കരുതുന്നതിന് ഗുരു എതിരൊന്നുമല്ല. അങ്ങനെ മതത്തെ അറിയുന്ന ആളുകളുണ്ട്. വാഗ്ബടാനന്ദൻ ഗുരുവിനോട് വന്ന് തർക്കിക്കുന്ന സമയത്ത് പറയും, ഈ വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ച് ഗുരുവിനോട് പറയും, ഇത് കല്ലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഗുരു പറയും, ശരിയാണ്, കല്ലാണ്, പിന്നെ എന്തിനിത് പ്രതിഷ്ഠിക്കുന്നു? അപ്പോൾ ഗുരു പറഞ്ഞു, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഞാനതിൽ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയാണ്. നമുക്ക് പദവി വേണ്ടെന്ന് വയ്ക്കാം, പണം വേണ്ടെന്ന് വയ്ക്കാം, അധികാരം വേണ്ടെന്ന് വെക്കാം, അതൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആദർശബോധമൊക്കെ തോന്നും. പക്ഷെ അവരവരെ വേണ്ടെന്ന് വെക്കൽ ഏറ്റവും അവസാനത്തെ പ്രയാസമാണ്. ഏറ്റവും അവസാനം വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നത് ഈ സെൽഫിനെയാണ്. ആ സെൽഫിനെ അങ്ങ് വിട്ട് കഴിയുമ്പോഴാണ് അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തനിക്ക് അങ്ങനെ ഇപ്പോൾ വിഗ്രഹം എന്ന സങ്കല്പത്തിൽ ബോധ്യമൊന്നുമില്ല. പക്ഷേ അതുള്ളവരെ കൂട്ടുക എന്നത് നിലയിൽ ഗുരു വിഗ്രഹത്തെ നിഷേധിച്ചിട്ടൊന്നുമില്ല. വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മതത്തിൽ അനുഭവപരമായ ഒന്നുണ്ടെന്നും ആ അനുഭവപരമായ തലം വാസ്തവത്തിൽ യൂണിവേഴ്സലായിട്ടുള്ള ഒരു എത്തിക്കൽ ഡൊമെയിൻ ആണെന്നും ആ എത്തിക്കൽ ഡൊമെയിനിലെ മതത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നുമുള്ള ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ ഗുരുവിനുണ്ട്. അതുകൊണ്ടാണ് പല കാലങ്ങളിൽ പല ആചാര്യന്മാർ രൂപപ്പെടുത്തിയ സമ്പ്രദായങ്ങളെ കൂട്ടിയിണക്കി ഒരു മതം എന്ന് വിളിക്കാമെങ്കിൽ
പല മതങ്ങളിലെ മൂല്യങ്ങളെ ചേർത്ത് വെച്ച് ഏകമതം എന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ് എന്ന ചോദ്യം ഗുരു ചോദിക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹ്യശാസ്ത്രപരമായിട്ടോ ചരിത്രപരമായിട്ടോ നിലവിൽ വന്ന ആചാരാനുഷ്ഠാനങ്ങൾ, സ്ഥാപന രൂപങ്ങൾ, പൗരോഹിത്യ ക്രമങ്ങൾ, ദാർശനിക സവിശേഷതകൾ, ഇതിലാണോ മതത്തെ കാണേണ്ടത്, അതോ മതത്തെ അതിൻ്റെ നൈതികമായ ആധാരത്തിലാണോ കാണേണ്ടത്? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വാസ്തവത്തിൽ മതമെന്ന സംവിധാനത്തെക്കുറിച്ച് ഒരുപക്ഷെ അക്കാലം വരെ ഉന്നയിക്കപ്പെട്ടതിൽ നിന്ന് ഭിന്നമായൊരു ചോദ്യം ഗുരു ഉന്നയിക്കുന്നുണ്ട്. ഇത് ശങ്കരനൊന്നും ഉന്നയിച്ച പോലെയല്ല. ശങ്കരാചാര്യർ അവസാനം വരെ ചെല്ലുന്നത് ദൈവശാസ്ത്രത്തിലാണ്, ഈ നൈതികാധാരം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് വിഗ്രഹം ശരിയല്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ ശങ്കരാചാര്യരും പറയുന്നുണ്ട്. ഈ തൻ്റെ ത്രിദോഷങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അരൂപിയായ ദൈവത്തെ രൂപത്തിലും അപ്രമേയനായ ദൈവത്തെ പ്രമേയത്തിലും അനിർവചനീയനായ ദൈവത്തെ നിർവചനത്തിലും ഒക്കെ ഒതുക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം തൻ്റെ ദോഷങ്ങളായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് വിഗ്രഹസങ്കല്പത്തോടുള്ള വേദാന്തികമായൊരു വിമർശനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറം അനുഭവമൂല്യമായി തീരുക എന്നിടത്ത് വാസ്തവത്തിൽ ശങ്കരൻ്റെ അദ്വൈതം ഗുരുവിൻ്റെ ഏകാനുഭവം എന്നതിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ജാതി രണ്ടില്ല എന്നുള്ള തത്വം പറഞ്ഞുകൊണ്ടേയിരിക്കെ തന്നെ ഈ രണ്ടില്ലാതിരിക്കുന്നത് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള വിഭജനത്തിൻ്റെ നിരാസമാണ്. ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവമാണ്. ഗുരുവിനെ സംബന്ധിച്ച് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവം എന്നത് ആത്മവും അപരവും തമ്മിലുള്ള ഏകീഭാവം കൂടിയാണ്. ഇത് ചെറിയൊരു മാറ്റമല്ല. കാരണം ആത്മവും അപരവും എന്നതിനെ കാണുന്നതോടെ അപരം എന്നത് പ്രപഞ്ചവ്യാപ്തിയുള്ള ഒരു സങ്കല്പമായി തീരുകയും അത് അനുകമ്പാതിശയത്തിലെത്തുമ്പോൾ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പ എന്ന നിലയിലുള്ള, ഒരുപക്ഷെ അംബേദ്കർ പിൽക്കാലത്ത് മൈത്രി എന്നൊക്കെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ച പുതിയൊരു രാഷ്ട്രീയ ഭാവനയുടെ കാതലാകാവുന്ന ഒരാശയത്തിലേക്ക് വരെ അനുകമ്പ എന്ന ആശയത്തെ ഗുരു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മതത്തെ ഒരു ഭാഗത്ത് വളരെ ചരിത്രപരമായി കാണുന്നു. അത് ഇവോൾവ് ചെയ്തു വന്നത് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പല ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് എന്ന് കാണുന്നു. അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ മതത്തെ മതമാക്കുന്നത് അതല്ലെന്നും അതിനപ്പുറം ഈ അനുഭവമൂല്യത്തിൻ്റെ മണ്ഡലത്തിലാണ് മതം നിലനിൽക്കുന്നത് എന്നും ഗുരു പറയുകയും ചെയ്യുന്നു. ഇതാണ് ഒരുപക്ഷെ പല മതസാരവും ഏകം എന്നിടത്തേക്ക് എത്തിക്കുന്ന ഗുരുവിൻ്റെ ഒരു വീക്ഷണഗതി. അതല്ലാതെ എല്ലാ മതങ്ങളും അന്യോന്യം സഹകരിച്ചു പോകണം, ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ സഹിച്ചു പോകണം എന്ന് പറയുന്ന ഒരു ഔപചാരിക സാഹോദര്യത്തിൻ്റെ യുക്തി അല്ല വാസ്തവത്തിൽ ഗുരു മതത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ നിർണായകമായ വാക്യമുള്ളത്, മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല എന്ന് പറയുന്നത്. ആചാരങ്ങളൊന്നും വേണ്ടെന്നൊന്നും ഗുരു വയ്ക്കുന്നില്ല. പക്ഷെ ആചാരങ്ങൾ അത്രേ ഉള്ളൂ എന്ന് അദ്ദേഹം പല നിലയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് കിട്ടൺ റൈറ്ററും വല്ലഭശ്ശേരി വൈദ്യരും ചെന്നിട്ട് ഗുരുവിനോടൊരു മുഹൂർത്തം നിശ്ചയിക്കണം, ഒരു ദിവസം നിശ്ചയിക്കണം എന്ന് അവസാനം പറഞ്ഞ സമയത്ത് ചർച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗുരു വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ജനുവരി 1 ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പല്ലേ. ഇങ്ങനെയാ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയൊരു മഹാസംഭവമായിട്ട് ഇപ്പം നമുക്ക് എന്താണെന്നറിയാമല്ലോ, ജാതകങ്ങളായി, ഗൃഹപ്രവേശമായി, മുഹൂർത്തമായി. ഗുരു 9 പേരെ വിവാഹത്തിന് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. വരനും വധുവും, വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ, 2 പേരുടെ ഓരോ സുഹൃത്തുക്കൾ, ഒരു പൊതുകാര്യ പ്രസക്തൻ. 9 പേരാ. ഇപ്പോൾ 9000 പേരെ വിളിച്ചിട്ടും തീർപ്പാവണില്ല. ഒരു 1-ാം ലോക യുദ്ധമൊക്കെ കഴിഞ്ഞ പോലെ അവർ സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അമ്മാതിരി. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ എളുപ്പം മനസ്സിലാവും അത്. ഒരു സദ്യ ഉണ്ണണമെങ്കിലുള്ള അധ്വാനം എന്താണ്. അപ്പോൾ അങ്ങനെ ആചാരങ്ങൾ കൊണ്ട് തിരിഞ്ഞു പോയി ഗുരു. ഇതിനെ എന്ന് വെച്ചാൽ ഗുരു അതിനെ ഔട്ട്റൈറ്റായിട്ട് നിരസിക്കുന്നൊന്നുമില്ല. ഗുരു ഒട്ടും താർക്കികനല്ല. ഗുരുവിൻ്റെ രീതിയുടെ ഒരു സവിശേഷത അങ്ങനെ താർക്കികമായിട്ടൊന്നും വാദിക്കാനും ജയിക്കാനും അല്ല എന്നാണല്ലോ. അതിലും പ്രധാനപ്പെട്ട ഒരാശയമുണ്ട് കേട്ടോ, ഞാൻ അതിന് ചേർത്ത് പറയാം. തർക്കത്തിൻ്റെ ഒരു വഴി ഗുരുവിനില്ല. സൗമ്യമായിട്ടാണ് പറയുക, പക്ഷേ പറയുന്നതിനുള്ളിൽ നല്ല താർക്കിക മൂർച്ചയൊക്കെ ഉണ്ടാവും. അത് പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കഥയുള്ളത്, ഒരു സ്ത്രീ ഗുരുവിനെ കാണാൻ ചെന്നു. സ്ഥലപ്പേര് എനിക്ക് കൃത്യം ഓർമ്മയില്ല. സംഭാഷണോധ്യ പറഞ്ഞു അത്രേ, ഞാൻ തൃപ്പങ്കോട്ട തമ്പുരാൻ്റെ തമ്പുരാട്ടിയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗുരു ചോദിച്ചു, വീട്ടിലുമൊക്കെ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറ് എന്ന് ചോദിച്ചു എന്നാണ്. അത് അവർക്ക് തിരിയാൻ കുറേ കാലം എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതായിരുന്നു ഗുരുവിൻ്റെ ഒരു രീതി. അതുകൊണ്ട് നിഷേധമൊന്നുമില്ല, പക്ഷെ ഇതല്ല
എന്ന് ഗുരു പറഞ്ഞിരുന്നു. അങ്ങനെ മതമെന്ന് പറയുന്നതിനെ നാം ഇന്ന് മതമായിട്ട് അറിയുന്ന എന്തിനെയാണ്? മതമെന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പുറന്തള്ളലിൻ്റെ യുക്തിയാണ്, എക്സ്ക്ലൂഷൻ്റെ യുക്തിയാണ്. അത് ആചാരത്തിൻ്റെ പേരിലാകാം, ചരിത്രത്തിൻ്റെ പേരിലാകാം, സ്ഥാപന രൂപങ്ങളുടെ പേരിലാകാം, ദൈവദർശനത്തിൻ്റെ പേരിലാകാം. എങ്ങനെയാണ് താനല്ലാത്തതിനെ പുറന്തള്ളുക എന്നതാണ് നിങ്ങളുടെ മതബോധത്തിൻ്റെ കാതൽ എന്ന അനുനിമിഷം നമ്മെ ബോധ്യപ്പെടുത്തുന്ന മതഭ്രാന്ത് മതത്തിൻ്റെ വേഷം കിട്ടി വരുന്നൊരു സമയത്താണ് ഗുരു ഇതല്ല, അപരബോധമാണ് മതാനുഭൂതിയുടെ കാതൽ. ആത്മോപദേശകം നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അലമാല പോലെ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് അപരം എന്നതാണ്. വേറെ നമ്മുടെ ഒരു ദൈവ കൃതിയിലും ദൈവ സാഹിത്യത്തിലും ഈ അപരം എന്ന വാക്ക് ഇതുപോലെ കാണില്ല. ആത്മം ഉണ്ടാവും, നിശ്ചയമായിട്ടും ആത്മം ഉണ്ടാവും, ബ്രഹ്മം ഉണ്ടാവും, പക്ഷെ അപരം ഉണ്ടാവില്ല. ഈ അപരം വരുന്നതോടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഭവം അതിൽ തന്നെ സാമൂഹികമായി തീരും. കാരണം അപരം എന്നതും ഞാനും തമ്മിലുള്ള ബന്ധമാണ് എന്താ പറയുക, ദ ബേസിസ് ഓഫ് ദ സോഷ്യൽ, മേക്കിംഗ് ഓഫ് ദ സോഷ്യൽ എന്ന് പറയുന്നത് അതറുമായിട്ടുള്ള ഈ തീരാത്ത വിനിമയങ്ങളാണ്, അപരവുമായുള്ള വിനിമയമാണ്. അതുകൊണ്ട് അപരത്തെ ആത്മബോധത്തിൻ്റെയും ദൈവഭാവനയുടെയും കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ വാസ്തവത്തിൽ ദൈവഭാവന തന്നെ സാമൂഹ്യ ഭാവനയായിത്തീരും. അതുകൊണ്ട് അത് ഗുരു ഉത്സവത്തിൽ എഴുതുന്നുണ്ട്, ഈ ആത്മീയം ഭൗതികം എന്നെല്ലാമുള്ള വിഭജനങ്ങൾ ശരിയല്ല. ഒരു ശരീരം ഫലപ്രദമായി നിലനിൽക്കണമെങ്കിൽ എല്ലാ അവയവങ്ങളും പരസ്പര പൊരുത്തത്തോടെ നിലനിൽക്കണം എന്നതുപോലെ ആത്മീയതയും ഭൗതികതയും മാനുഷികമായ നിലനിൽപ്പിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് എന്ന് ഗുരു അതേക്കുറിച്ച് എഴുതുന്ന സമയത്ത് പിൽക്കാലത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മതം എന്നതിനെ അതിൻ്റെ നമ്മൾ ഇന്ന് കരുതുന്ന മട്ടിൽ എല്ലാ മതങ്ങളിലും സത്യമുണ്ട്, എല്ലാ മതങ്ങളും ശരിയാണ്, അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് കഴിയണം എന്ന ഉപരിതലത്തിലുള്ള ഒരർത്ഥത്തിൽ മാത്രമല്ല, വളരെ ആഴത്തിൽ മതം എന്നൊരാശയത്തെ ഒരുപക്ഷെ ഒരു ആധുനിക സമൂഹത്തിൻ്റെ മൂല്യബോധത്തിനിണങ്ങുന്ന മട്ടിൽ രണ്ട് നിലകളിൽ ഗുരു അതിനെ പുനഃക്രമീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, മതത്തെ അതിൻ്റെ നൈതികാധാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുമതത്തെ സ്നേഹം എന്ന തത്വത്തിലേക്ക്, ഓരോ മതത്തെയും അതാതിൻ്റെ തത്വങ്ങളിലേക്ക് കൊണ്ടുവരാൻ. അത് അനുകമ്പാദശകത്തിലൊക്കെ കാണാൻ പറ്റും. സരളാദ്വയ ഭാഷ്യകാരനോ എന്ന് ശങ്കരാചാര്യരെ, അല്ലെങ്കിൽ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ എന്ന് കൃഷ്ണനെ, ഭൂതദയാ ക്ഷമാബ്ധിയോ എന്ന് ബുദ്ധനെ, അങ്ങനെയെല്ലാം കരുണാവാൻ നബി മുക്തുരത്നമോ പരമേശ പവിത്രപുത്രനോ എന്ന് ക്രിസ്തുവിനെയും നബിയെയും ഒക്കെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇതെല്ലാം അനുകമ്പയാണ് എന്ന് പറയുന്നത്. എന്താണ് ഈ അനുകമ്പ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ കൃതിയാണ് അനുകമ്പാദശകം. അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്, ഇത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി, ഉരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അരുൾ, അൻപ്, അനുകമ്പ. അരുൾ എന്നത് ഈ പ്രാപഞ്ചിക തത്വങ്ങളെ ആകമാനം കുറിച്ച് നമുക്ക് കൈവരുന്ന അവബോധമാണ് അരുൾ. ആകമാനമുള്ള അറിവിൻ്റെ കാതലാണത്. അൻപ് എന്നത് മറ്റൊരാളോട് എനിക്ക് തോന്നുന്ന സ്നേഹമാണ്. അനുകമ്പയാകട്ടെ മറ്റൊരാളുടെ യാതനയിൽ, ദുഃഖത്തിൽ ദുഃഖമനുഭവിക്കാനുള്ള എൻ്റെ കഴിവാണ് അനുകമ്പ. ഇതേക്കുറിച്ച് എഴുതുമ്പോൾ മുനിനാരായണ പ്രസാദ് എഴുതുന്നൊരു കാര്യം, അരുളിൻ്റെയും അൻപിൻ്റെയും കേന്ദ്രം ഞാൻ തന്നെയാണ്. അതിൽ ഞാനാണ്, എൻ്റെ സ്നേഹമാണ്, ഞാൻ അറിഞ്ഞ ലോകമാണ്, ഞാൻ മനസ്സിലാക്കുന്നതാണ് പ്രപഞ്ചതത്വം. അനുകമ്പയുടെ കേന്ദ്രം പക്ഷെ ഞാനല്ല, അത് മറ്റൊരാൾ സഹിക്കുന്ന ദുഃഖത്തോട് ചേർന്ന് നിൽക്കുന്ന ഞാനാണ്. എന്നിൽ നിന്ന് ഞാനല്ലാത്തതിലേക്കുള്ളൊരു തുറക്കലാണ് അനുകമ്പ, ആ അനുഭൂതിയാണ് അനുകമ്പ. അതുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്നതിൽ ഇൻഹറൻ്റായിട്ട് ഒരു സാമൂഹിക മാനമുണ്ട്. അത് അപരത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു അനുഭവമൂല്യമാണ്. അത് ആത്മബോധമല്ല, ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവമല്ല, മറിച്ച് അപരത്തിലേക്ക് നിരന്തരമായി തുറന്നിരിക്കുന്ന, ഒരേ സമയം സാമൂഹികവും അതേസമയം ആധ്യാത്മികവുമായ ഒരു അനുഭവമണ്ഡലത്തെയാണ് അനുകമ്പ എന്ന് വിളിച്ചത്. ഈ അനുഭവമണ്ഡലം തേടിയാണ് അംബേദ്കർ നടക്കുകയും ഒടുവിൽ മൈത്രി എന്ന ആശയത്തിൽ അദ്ദേഹം ജീവിതാന്ത്യഘട്ടത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അനുകമ്പ എന്ന ഒരു മൂല്യത്തിലേക്ക് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്ന്
അതിന് ഒരു സാർവത്രികമായ നിലനിൽപ്പുണ്ട് എന്ന് പറയുകയും ആ അനുകമ്പയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന തരം ഘടകങ്ങളാണ് മതങ്ങളിൽ നിലനിൽക്കുന്ന നൈതിക തത്വങ്ങൾ എന്ന് ഉറപ്പിക്കുകയും ആ നൈതികാനുഭവങ്ങളായി മതത്തെ മനസ്സിലാക്കണം എന്ന് മലയാളികളോട് പറയാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ഒരാളാണ് നാരായണ ഗുരു. ഗുരു വിജയിച്ച ഒരാളല്ല എന്ന് നമുക്കറിയാം. അഴീക്കോട് മാഷ് ഗുരുവിൻ്റെ ദുഃഖം എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ഇന്ന് നാടെമ്പാടും ഗുരുവിൻ്റെ പ്രതിമകളുണ്ട്, ഗുരുവിൻ്റെ പേരിൽ ധാരാളം കലാലയങ്ങളും വിദ്യാലയങ്ങളും ഉണ്ട്, അവധി ദിവസങ്ങളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാമന്ദിരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പക്ഷേ മനസ്സിലോ? അവസാനത്തെ വരി ആ ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ്. ഒരുപക്ഷെ ഗുരുവിനും തോന്നിയിട്ടുണ്ടാവും. ആ തത്വം വേത്തി ഗോപിന എന്ന് ഒരു കൃതിയിലുണ്ട്: മനുഷ്യാണാം മനുഷ്യത്വം യാതൃഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം. ബ്രാഹ്മണർ മുതലായ ഭേദങ്ങളൊന്നുമില്ല. ആ തത്വം വേത്തി ഗോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരു ജാതിനിർണയത്തിൽ പറയുന്നുണ്ട്. ഞാനത് വായിക്കുമ്പോഴൊക്കെ മഹാഭാരതത്തിൻ്റെ അവസാനം വ്യാസൻ്റെ ഒരു വിലാപമുണ്ട്. വ്യാസൻ പറയുന്നുണ്ട്: ഊർധബാഹുർ വിരൗമേഷ്യ നചകശ്ചിൽ ശൃണോതിമാം. ഞാൻ ഇരുകൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും കേൾക്കുന്നില്ലല്ലോ എന്ന്. ഈ മഹാദുഃഖത്തിൻ്റെ നടുവിൽ നിന്നിട്ട് 18-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാ വിജയങ്ങളും പരാജിതമായി തീരുന്നല്ലോ എന്ന തിരിച്ചറിവിൻ്റെ നടുവിലാണ് വ്യാസൻ്റെ വിലാപം വരുന്നത്. നചകശ്ചിൽ ശൃണോതി, ആരും കേൾക്കുന്നില്ല. അങ്ങനെ ആരും കേൾക്കാതെ പോകുന്ന ഒരു വിലാപം എന്ന ധ്വനി ഒരു പക്ഷേ ഗുരുവിൻ്റെ വാക്കിലുമുണ്ട്. ആ തത്വം വേത്തി ഗോപിന. എങ്കിലും ആ ഒരു തത്വം അദ്ദേഹം കൊണ്ടുവന്നത് പരമപ്രധാനമാണ്. മതം എന്നത് ഒന്ന് അതിൻ്റെ അനുഭവമൂല്യമാണ്. അത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ചൈതന്യരൂപമാണ്. ആ ചൈതന്യമാണ് മതത്തെ സാധ്യവും സാധുവുമാക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഇതര ഘടകങ്ങളല്ല. മറ്റെല്ലാ ഘടകങ്ങളും മതങ്ങളെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആക്കുമ്പോൾ അതിനെ ഇൻക്ലൂസീവ് ആക്കുന്ന ഒരേ ഒരു ഘടകം മതത്തിൻ്റെ ഈ ധാർമ്മിക ഉള്ളടക്കമാണ്. ഇതിനെ മതമായി അറിയണം എന്നതായിരുന്നു. അതിനെ മതമായി അറിയണം എന്നതുകൊണ്ടാണ് പല മതസാരവും ഏകം എന്ന് ഗുരു ആത്മോപദേശതകത്തിൽ പറഞ്ഞു തുടങ്ങുകയും അത് നടപ്പാക്കിയെടുക്കാനുള്ള നാനാതരം പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. നോക്കൂ, അദ്ദേഹം 924 നടത്തുന്നൊരു കാര്യമല്ല ഇത്. 915 അദ്വൈതാശ്രമത്തിൽ നിന്ന് ജാതിയില്ലാ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ജാതിയില്ലാ വിളംബരത്തിൽ ഗുരു പറഞ്ഞത്, നാം ജാതിമതഭേദങ്ങൾ വിട്ടിട്ട് പല സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും നമ്മെ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രതിനിധിയായി കാണുന്നൊരു രീതിയുണ്ട്, അതുകൊണ്ടാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് എന്ന് 915 ഗുരു പറഞ്ഞു. 916 ജൂലൈ 15 പട്ടത്താനത്ത് ചേർന്ന കേശവമേശ്രിയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം പിറ്റേന്ന് ടി കെ മാധവൻ്റെ ദേശാഭിമാനി അച്ചടിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഗുരു പറയുന്ന, ഖണ്ഡിതമായി പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് പ്രത്യേകിച്ച് യാതൊരു സംബന്ധവുമില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഇത് ഗുരുവിൻ്റെ വാക്യങ്ങളാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവല്ല താൻ. എല്ലാ മതങ്ങളും സമ്മതമാണ്. നാം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കളിൽ ചിലർ നമ്മോട് അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമ്മതമാണ്. ഇത് 916 ജൂലൈ 15 ഗുരു നടത്തുന്ന പ്രസംഗം. ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 924 പൊടുന്നനെ ഉണ്ടായൊരു തിരിച്ചറിവല്ല വാസ്തവത്തിൽ. ഗുരുദർശനത്തിൻ്റെ കാതൽ ആത്മോപദേശതകം മുതൽ ഇങ്ങോട്ട് അത് ദൈവദശകത്തിലാകാം, അത് അനുകമ്പാ ദശകത്തിലാകാം, പട്ടത്താനം പ്രസംഗത്തിലാകാം, 915 ജാതിയില്ലാ വിളംബരത്തിലാകാം. ഇതിലൊക്കെ പല രൂപത്തിൽ തുടരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു പ്രവൃത്തി രൂപമായി 924 സർവമത സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് മതത്തിൻ്റെ ഭവപരമായ ഒരു വലിയ പുനർവിഭാവനം കൂടിയാണ്. മതത്തെ അതിൻ്റെ നൈതികാധാരമായി കാണാൻ ശ്രമിക്കുക. അതേസമയം മതം കേവലമായ ഒരു മൂല്യമായിട്ടല്ല ചരിത്രത്തിൽ നിലനിന്നത്. അതിന് സ്ഥാപന സ്വഭാവമുണ്ട്, പൗരോഹിത്യമുണ്ട് എന്ന കാര്യമൊന്നും ഗുരു നിഷേധിക്കുന്നൊന്നുമില്ല. അത് ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ പല പ്രകാരങ്ങളിൽ നിലവിൽ വരും, പല പ്രകാരങ്ങളിൽ പരിണമിക്കും. അത് ചരിത്രപരമായ അതിർത്തിയുള്ളതാണ്. അതിനെ പരമപ്രധാനമായി കാണേണ്ടതില്ല എന്ന് മാത്രമാണ്. ഇവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൂല്യങ്ങൾ പോലും അതിഭൗതികമായിട്ട് ഗുരു അവതരിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഗുരു പറയുന്നുണ്ട്,
ഹിംസ കലശലായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അഹിംസ എന്ന തത്വം ഉയർന്നു വരും. ശത്രുത പ്രബലമായിരിക്കുമ്പോൾ സ്നേഹം എന്ന ആശയം വരും. ഏറ്റുമുട്ടലുകൾ ശക്തമാകുമ്പോൾ സാഹോദര്യം എന്ന ആശയം വരും. അതായത് മതങ്ങളുടെ കാതലെന്ന് നാം കാണേണ്ട മൂല്യങ്ങൾ പോലും ചരിത്രപരമായി തന്നെ രൂപപ്പെട്ടതാണ്, അതിഭൗതികമല്ല. ചരിത്രത്തിൻ്റെ ചില സവിശേഷ സന്ദർഭങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട് നിലവിൽ വന്ന മൂല്യങ്ങളാണ്. പക്ഷെ അതിനോട് ബന്ധപ്പെട്ടാണ് നിലവിൽ വരുന്നതെങ്കിലും അവയ്ക്ക് ആ ചരിത്ര അതിർത്തികളെ ഭേദിച്ചു പോകാൻ പറ്റും. അവയ്ക്ക് സാർവലൗകികതയുണ്ട്. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നൊരു തലം അവയ്ക്കുണ്ട്. ആ യൂണിവേഴ്സലായ തലത്തിലാണ് വാസ്തവത്തിൽ മതങ്ങളെ ഊന്നേണ്ടത്. ചരിത്രത്തിനുള്ളിൽ തന്നെ കെട്ടുപോകാവുന്ന ആചാരരൂപങ്ങളെ, അനുഷ്ഠാനങ്ങളെ, പൗരോഹിത്യക്രമങ്ങളെ, സ്ഥാപന സമ്പ്രദായങ്ങളെ ഒന്നുമല്ല മതമായി കാണേണ്ടത്. ഇങ്ങനെ മതമെന്നതിനെ ഒരു ഭാഗത്ത് സാമൂഹ്യശാസ്ത്രപരമായിട്ടും മറുഭാഗത്ത് ഭവപരമായും അഴിച്ചു നോക്കുന്ന വലിയൊരു വിചാര രീതി ഗുരുവിൻ്റെ മതവിചിന്തനത്തിലുണ്ട്. ആ മതവിചിന്തനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് അദ്ദേഹം സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഗുരുവിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അയ്യപ്പ മാഷ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നൊരു തത്വം അദ്ദേഹം എഴുതി വയ്ക്കുന്നത്. ഗുരു വാദപ്രിയനായിരുന്നില്ല എന്ന് നമുക്കറിയാം. അത് മുമ്പൊരു ഘട്ടത്തിലും ഗുരു പറയുന്നുണ്ട്. സി വി കുഞ്ഞിരാമനോടുള്ള സംഭാഷണത്തിൽ തന്നെയാണ് അതും പറയുന്നത്. സി വി ഗുരുവിൻ്റെ വളരെ അടുത്ത ഗൃഹസ്ഥ ശിഷ്യനായിരുന്നു. ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചു, സി വി കുഞ്ഞിരാമൻ നാസ്തികനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സി വി പറഞ്ഞു, ഞാൻ നാസ്തികരോട് ആസ്തികവാദവും ആസ്തികരോട് നാസ്തികവാദവും നടത്താറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, വാദിക്കാൻ വേണ്ടി വാദിക്കരുത്. രണ്ട് കാര്യത്തിലേ വാദിക്കാവൂ. ഒന്ന് ഒരു കാര്യം വിശദീകരിക്കാൻ, രണ്ട് സംശയ നിവാരണത്തിന്. വേറൊന്നിലും വാദിക്കരുത്. ഇത് പുറമേ കാണുന്നത് പോലൊരു ലഘുവായ തത്വമല്ല. വാദിക്കാനും ജയിക്കാനും അല്ല എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണ്? അറിയാനും അറിയിക്കാനുമാണെന്ന്. നമുക്ക് എളുപ്പം തോന്നുന്നൊരു കാര്യം നമ്മുടെ ടെലിവിഷൻ ചർച്ചയല്ല എന്നാണ്. കാരണം യാതൊന്നും അറിയിക്കില്ല, യാതൊന്നും അറിയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നാം നടത്തുന്നൊരു ശബ്ദകോലാഹലത്തിൻ്റെ പേരായിട്ട് നമ്മുടെ സായാഹ്ന ചർച്ച മാറി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ആണുങ്ങളുടെ സീരിയലാണ് ചർച്ച എന്നാണ്. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ സീരിയൽ കാണുന്ന അതിലൊരു സ്ത്രീവിരുദ്ധത ഉണ്ട് കേട്ടോ. ഞാനിന്ന് ഉത്തരവാദിയല്ല, ഞാൻ ആ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആണുങ്ങൾ ഇത് കാണുന്നു, പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇല്ല എന്ന നിലയിൽ പറയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? വാദിച്ച് ജയിക്കുക, അറിയുക, അറിയിക്കുക എന്നതിന് തത്വശാസ്ത്രപരം കൂടിയായൊരു തലമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഗുരു തന്നെ മുമ്പോട്ട് വെച്ച ഈ അപരസങ്കല്പത്തോട് ബന്ധപ്പെട്ടൊരാശയമാണ്. അതായത് നിങ്ങൾ വാദിച്ച് ജയിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? പോളമിക്സിനെ കുറിച്ച് മിഷേൽ ഫൂക്കോ ഒരു ഗംഭീര പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അതിൽ ഫൂക്കോ പറയുന്നത് തർക്കം എന്ന് പറയുന്നത് സംവാദത്തിൻ്റെ മറപറ്റി വളരുന്ന ഒരു പരാതമാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് തർക്കത്തിലേർപ്പെടുന്ന ആൾ, അതിനെയാണ് വാദിച്ച് ജയിക്കുക. അയാൾ എന്താണ് ശ്രമിക്കുന്നത്? തന്നോട് തർക്കത്തിലേർപ്പെടുന്ന ഒരാളെ സമ്പൂർണമായി ഇല്ലാതാക്കുക എന്നതാണ് താർക്കികൻ്റെ ലക്ഷ്യം. ശങ്കരാചാര്യരോട് തർക്കിച്ചു തോറ്റ ബൗദ്ധന്മാരൊക്കെ തീയിൽ ചാടി മരിച്ചതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ശങ്കരനെ കുറിച്ച് പറഞ്ഞൊരു വാക്യം ഓർക്കേണ്ടതാണ് കേട്ടോ. ശങ്കരനെ നോക്കൂ, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. ഇത് വിവേകാനന്ദൻ മർമ്മത്തിലുള്ള തൊടലാണത്. കാരുണ്യമില്ല. പിന്നെ തർക്കത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് തീ ചാടി മരിക്കാൻ പോകുന്ന വിധികളായിരുന്നു മറ്റവരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ബൗദ്ധരുടെ മരണത്തെക്കുറിച്ച്. പക്ഷെ താർക്കികതയാണ്. ഫൂക്കോ പറയണത് തർക്കം എന്ന് പറയുന്നത് അനിഹിലേഷൻ ഓഫ് ദ അതറാണ്. അപരനിരാസത്തിൻ്റെ, അപരഹിംസയുടെ ഒരു ഭാഷണ രൂപമാണ് തർക്കം. നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളെ ആ ഭാഷണക്രിയയിലൂടെ റദ്ദാക്കുക, സമ്പൂർണമായി ഇല്ലാതാക്കുക എന്നതാണ് തർക്കത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അത് ഒരു വയലൻസ് ആണെന്ന് അദ്ദേഹം പറയും. ഭാഷണത്തിൽ നിലീനമായ വയലൻസാണ് തർക്കം. ഈ തർക്കത്തെയാണ്, അതുകൊണ്ട് ഭാഷണത്തിൽ ഹിംസയെ സന്നിവേശിപ്പിക്കുമ്പോൾ ഫൂക്കോ പറയുന്നൊരു കാര്യമുണ്ട്. തന്നോട് സംസാരിക്കുന്ന ആളിൽ നിന്ന് അല്പം ചിലതുകൂടി മനസ്സിലാക്കി സത്യത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ കഴിയുമെന്ന് താർക്കികൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. താർക്കികൻ കരുതുന്നത് അയാളെ റദ്ദാക്കലാണ് തൻ്റെ ജോലി എന്നാണ്.
ശാരീരികമായിട്ട് റദ്ദാക്കാൻ പറ്റാത്തതുകൊണ്ട് ആശയപരമായിട്ട് അയാളെ സമ്പൂർണ്ണമായിട്ട് ഇന്ന് ആരാണ് റദ്ദായതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് കാണുന്നത് തന്നെ. നമ്മുടെ ഉള്ളിലൊരു ഹിംസാത്മകതയുടെ ഒരു ആവിഷ്കാരം കൂടി വാസ്തവത്തിൽ ഈ തർക്കം കാണുമ്പോഴുണ്ട്. അപ്പോൾ ഗുരു കരുതുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാദിച്ച് ജയിക്കുമ്പോൾ നിങ്ങൾ അപരത്തെ കൈയൊഴിയുന്നു, അപരത്തെ ഹിംസാത്മകമായി റദ്ദാക്കുന്നു. മറിച്ച് അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക എന്നാൽ അപരത്തിൽ നിന്ന് ഉൾക്കൊള്ളലാണ്. അറിയിക്കുക എന്നത് അപരത്തിലേക്ക് കടന്നു നിൽക്കലാണ്. അതുകൊണ്ട് അപരമെന്ന് പറയുന്ന ഗുരുവിൻ്റെ ദൈവവിചാരത്തിൻ്റെ കാതലായ സങ്കല്പത്തെ നമ്മുടെ ഭാഷണക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് കൂടിയാണ് ഈ അറിയലും അറിയിക്കലും. മറിച്ച് താൻ ഏതിനെയാണോ മതത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ, അപരഹിംസ, അപരനിരാസം, അന്യമത വിദ്വേഷം, അതിനെ എങ്ങനെയാണോ മതബോധത്തിൽ നിന്ന് പിഴുതുമാറ്റാൻ ശ്രമിച്ചത്, അത് തന്നെ മാനുഷികമായ ഭാഷണ രൂപങ്ങളിൽ നിന്നില്ലാതാക്കാൻ കൂടിയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഒച്ച ഉണ്ടാക്കരുത് എന്ന അർത്ഥത്തിലല്ല. നമ്മളേതാണ്ട് അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു സന്തോഷം. ഒച്ച ഉണ്ടാക്കരുതെന്നല്ല, അത് ഈ ഒരു ആഴമുള്ളൊരു യുക്തിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് സർവമത സമ്മേളനം എന്ന് പറയുന്നത് പൊടുന്നനെ വന്നു ചേർന്ന 1924 ഒരു ആലോചനയല്ല. അദ്ദേഹത്തിൻ്റെ വിചാര ജീവിതത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് രൂപപ്പെട്ട ഒരാശയാണ്. 897 എഴുതി തുടങ്ങിയതാണ് പല മതസാരവും ഏകം. അത് ഒരു സമ്മേളനമായിട്ട് വിളിച്ചു ചേർക്കുന്നതിന് അടിയന്തര പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടാവും. 1924 ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 11 മറ്റോ ആണ് സത്യവ്രത സ്വാമികൾ നാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം പത്രങ്ങളിലൂടെ അറിയിക്കുന്നത്. ഡേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പ്രിയദർശൻ സാറിന് കുറച്ചുകൂടി കൃത്യത ഉണ്ടാവും. ഏതാണ്ട് ഫെബ്രുവരി 11, 19 അങ്ങനെ ഏതൊരു ദിവസമാണ്. സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികളും പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ. സത്യവ്രത സ്വാമികൾ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരാളാണ്. സത്യവ്രത സ്വാമികളെക്കുറിച്ച് ഗുരു പറഞ്ഞത് സത്യവ്രതനായി തന്നെ മരിച്ചു എന്നാണ്. അതൊരു അസാധ്യവാക്യമാണ്. സത്യവ്രതനായി തന്നെ മരിച്ചു. ബുദ്ധന് പോലും സത്യവ്രതനോളം ജാതി പോയിട്ടില്ല എന്നും സത്യവ്രതനെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സത്യവ്രത സ്വാമികൾ ഗുരുവിനെതിരായിരുന്നു. അദ്ദേഹം ഒരു ജാതിപ്രമാണിയായിട്ട് തുടങ്ങിയ ഒരാളാണ്, ചങ്ങനാശ്ശേരിയിലെ അയ്യപ്പൻ പിള്ള. പിന്നെ മാറി മാറി ഗുരുവിൻ്റെ അനുയായി വന്നു. പഴയ സെൻറ്റ് പോളിൻ്റെ കഥ പോലെയാണ്. ക്രിസ്ത്യാനിയെ വേട്ടയാടി ആ മതത്തിലെ ഏറ്റവും വിശുദ്ധനായി തീർന്ന ഒരാളെ പോലെയാണ് സത്യവ്രത സ്വാമികൾ. സത്യവ്രത സ്വാമികളെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരസംഘാടനത്തിൻ്റെ ചുമതല ഗുരു ഏൽപ്പിക്കുന്നത്. ഗുരുവിനെ ഓർക്കുമ്പോൾ അതുകൂടി ഓർക്കണം. 1924 അതും കൂടിയാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. ഗുരു ആ സത്യാഗ്രഹ വേദിയിൽ എത്തുന്നുണ്ട്. സെപ്റ്റംബറിലോ മറ്റോ അദ്ദേഹം എത്തുന്നുണ്ട്. 2 ദിവസം അവിടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനല്ല, സമരത്തിൽ പങ്കെടുക്കാനാണ് വന്നത് എന്ന് പറയുകയും 1000 രൂപ സംഭാവന കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുരു നേരിട്ട് പങ്കെടുത്തൊരു സമരമുഖം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. അവിടെ ഗുരുവിൻ്റെ മഠമായിരുന്നു സത്യാഗ്രഹ സമിതിയുടെ ഓഫീസ്. വേലൂർ മഠം നാരായണ ഗുരുവിൻ്റെ അവിടുത്തെ ആശ്രമമായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചാണ് ആ സമരം സംഘടിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഈ അധ്യാത്മം എന്നതിനെ അതിൻ്റെ എത്രയോ തുറസ്സുകളിലേക്ക് ഗുരു കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്. ഗുരു ഇങ്ങനെ പലമാതിരി പണികളിൽ ഏർപ്പെട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, കുറച്ചൊരു പരിഹാസം വേണമെങ്കിൽ ഉള്ളിലുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രവൃത്തിയാരാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്തൊരു മർമ്മസ്പർശിയായ ഉത്തരമാണ്. ഈ ആരാണല്ലോ, ആരൊരാൾ, ഇങ്ങനെ ഞാനായിട്ട് നിൽക്കുന്ന അതില്ല, പക്ഷെ പ്രവൃത്തി മുഴുവനുണ്ട് എന്നിങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഗുരുവിൻ്റെ എഴുത്ത് മാത്രം നോക്കിയാൽ പോരാ. ഈ സന്ദർഭങ്ങളോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന സൂക്ഷ്മമായ പ്രതികരണങ്ങളുണ്ട്. ഗുരുവിനെ കാണാനൊരു ക്രൈസ്തവ പുരോഹിതൻ വന്നിട്ട് ഗുരുവിനോട് ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന് ദീർഘമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചു. ഗുരു അതെല്ലാം കേട്ടതിന് ശേഷം അവസാനം ചോദിച്ചു, അങ്ങേക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ 40 വയസ്സെന്നോ മറ്റു പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ അങ്ങ് ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനിയാണല്ലോ എന്ന് പറഞ്ഞു. കാരണം സ്നേഹമാണല്ലോ, മാമോദീസയല്ല, സ്നേഹമാണ്. ഇപ്പം മാമോദീസയാണ്, അതാ പ്രശ്നം. എല്ലാ മതത്തിലും കേട്ടോ, ആചാരം കൊണ്ടാണ് നിങ്ങൾ മതത്തിലെത്തുന്നത്, അനുഭവം കൊണ്ടല്ല. അനുഭവം കൊണ്ടെത്തിയാൽ പിന്നെ മതം വേണ്ടെന്നാണ് ഗുരു കരുതിയത്. അതുകൊണ്ടാണ് മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല, അറിയാത്തവർക്ക് മതം പ്രമാണം. അതൊരു കുറ്റമായിട്ടൊന്നും ഗുരു പറയല്ല, പക്ഷെ കുറവാണ്.
കുറ്റമല്ല, മത അനുഭവമാകണം, അല്ലാതെ ആചാരമാവരുത് എന്ന് പറയും. ഇത് അറിഞ്ഞൊരാളായിട്ടാണ് സത്യവ്രത സ്വാമികളെ അദ്ദേഹം കണ്ടത്. സത്യവ്രത സ്വാമികളാണ് സർവ്വമത സമ്മേളനം അനൗൺസ് ചെയ്ത് ധാരാളം പേരെ ക്ഷണിച്ചു വരുത്തി. സ്വാമി തന്നെയും 924 മാർച്ച് ആദ്യ ദിവസങ്ങളിലാണ് എത്തുന്നത്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വന്ന് ആലപ്പുഴയിൽ നിന്ന് ആലുവയിലെത്തി. ആലുവയിൽ നിന്നാണ് അദ്ദേഹം, എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം ആലുവയിലേക്ക് എത്തിച്ചേരുന്നത്. 3 ദിവസം കൊണ്ടാണ്. മിക്കവാറും എല്ലാ മതത്തിൻ്റെ പ്രതിനിധികളും, അന്ന് ലഭ്യമായിരുന്ന എല്ലാ മതപ്രതിനിധികളും വരുന്നുണ്ട്. ക്രിസ്തു മതത്തിൻ്റെ പ്രതിനിധിയായിട്ടൊരു KK കുരുവിള എന്നൊരാൾ, ഹിന്ദു മതത്തിൻ്റെ ഔപചാരിക പ്രതിനിധിയല്ല, ആര്യസമാജത്തിൻ്റെയും ബ്രഹ്മസമാജത്തിൻ്റെയും പ്രതിനിധികളായിട്ട് പണ്ഡിറ്റ് ഋഷിറാം എന്നൊരാളും സ്വാമി ശിവപ്രസാദും അതിൽ സംബന്ധിച്ചു. ഇസ്ലാമിൽ നിന്ന് മുഹമ്മദ് മൗലവി എന്നുപേരായ ഒരാൾ പങ്കെടുത്തു. മഞ്ചേരി രാമകൃഷ്ണയ്യരാണ് ബുദ്ധമതത്തിൻ്റെ പ്രതിനിധിയായത്. മഞ്ചേരി രാമയ്യർ ജൈനമതത്തെക്കുറിച്ച് സംസാരിച്ചു. ബഹായി മതത്തെക്കുറിച്ചും ഒരാൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. സ്വാമി ധർമ്മസ്കന്ദ എന്നുപേരായ ഒരു സന്യാസി, ബുദ്ധമത സന്യാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഹമ്മദ് സേലം എന്നൊരാൾ യഹൂദമതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ദീർഘമായ പ്രഭാഷണങ്ങളാണ്. ഗുരു സംസാരിച്ചൊന്നുമില്ല. ആ പ്രഭാഷണങ്ങളിലൊരു കൗതുകമുള്ള ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, അതിവിടെ രസമായിട്ട് ഓർക്കേണ്ടതാണ്. അതായത് ഈ പ്രഭാഷണത്തിനിടയിൽ പണ്ഡിറ്റ് ഋഷിറാം മാത്രം, ആര്യസമാജമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ദയാനന്ദ സരസ്വതിയുടെ വഴിയാണ്. അപ്പം മൂപ്പര് പ്രസംഗത്തിൻ്റെ ഇടയിൽ ക്രിസ്തുമതത്തെ നിശിതമായിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ ആദ്യം പരിഭാഷ നടത്തിയിരുന്നത് TK മാധവനാണ്. അപ്പോൾ പ്രസംഗം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ TK മാധവൻ പരിഭാഷ നിർത്തി. ഈ അന്യമതത്തെ എതിർത്ത് ദുഷിച്ച് പറയുകയാണല്ലോ, പരിഭാഷ നിർത്തി. പിന്നെ അയ്യപ്പൻ മാഷ് പരിഭാഷ തുടങ്ങി. അയ്യപ്പൻ മാഷും കുറച്ച് കഴിഞ്ഞപ്പോൾ പരിഭാഷ നിർത്തി. അവസാനം പരിഭാഷ പൂർത്തിയാക്കിയത് മറ്റേ മഞ്ചേരി രാമകൃഷ്ണയ്യര, ബുദ്ധമത പ്രതിനിധി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഋഷിറാം എന്തെങ്കിലും പറയും, ഇദ്ദേഹത്തിന് തോന്നിയത് പറയും, അല്ലാതെ ആ പറഞ്ഞതിൻ്റെ പരിഭാഷ ഈ പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ ആ പരിഭാഷ പൂർത്തിയാക്കിയത്. പണ്ട് ഞാൻ കണ്ടൊരു സന്ദർഭമുണ്ട് കേട്ടോ. നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റേ എറണാകുളത്തൊരു വലിയ സമ്മേളനം നടക്കുന്നു. VP സിംഗ് പ്രസംഗിക്കുന്നുണ്ട്, നയനാർ അധ്യക്ഷൻ, ആരോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നയനാർ മയക്ക് കയ്യിലെടുത്തിട്ട് ഓം പറയണമെന്നല്ലേ ഓം പറയണം. അന്യന്മാരായാലും വിദ്യാർത്ഥിയാണ്. അത് നടത്തായൊരു സ്ഥലമാണ് സർവ്വമത സമ്മേളനം. ഋഷിറാം ഓരോന്ന് പറയും, മഞ്ചേരി രാമകൃഷ്ണയ്യർ അത് സർവ്വമത സമ്മേളനത്തിന് പറ്റിയ രൂപത്തിൽ ക്രമപ്പെടുത്തി അത് പറയും. അയ്യപ്പ മാഷ് പിന്നെ അതേക്കുറിച്ച് പറഞ്ഞത്, ഗുരു ഇരിക്കുന്നൊരു വേദിയിൽ മറ്റൊരു മതത്തെ നിന്ദിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് അത്ര വലിയൊരു ധാർമ്മിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു സന്ദർഭം കൂടിയായിരുന്നു അത്. ഇന്നതൊക്കെ ഓർക്കേണ്ടതാണ്. കാരണം മറ്റൊരു മതത്തെ നിന്ദിച്ച് പറഞ്ഞാലേ നിങ്ങളുടെ മതബോധം ശരിയാവുള്ളൂ എന്ന് കരുതുന്ന 100-ൽ 90 പേരാണ് ഇന്ന് എല്ലാ മതത്തിലും ഉള്ളത്. അതാണ് മതം എന്ന് പറയുന്നത്. അങ്ങനെ അപരവിദ്വേഷത്തിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് മാറിയല്ലോ. ആനുഭവികമായി മതം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ്, ഹിംസയായി തീർന്നു. അല്ലാതെ അനുഭൂതിയുടെ തലത്തിൽ മതം പ്രവർത്തിക്കുന്നത് എത്രയോ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതിനെതിരെയുള്ള ഈ ജസ്റ്റിസ് സദാശിവയ്യർ എന്ന് പറയുന്ന മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയാണ് സർവ്വമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹം തലേന്ന് തന്നെ വന്നു, സമ്മേളനം തുടങ്ങുന്നു. ഗുരുവുണ്ട്, ഗുരു വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഗുരു സംസാരിച്ചൊന്നുമില്ല. സ്വാഗത പ്രസംഗം നടത്തുന്നത് സത്യവ്രത സ്വാമികളാണ്. CV കുഞ്ഞിരാമനും സ്വാമിയും കൂടി എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഗുരുവിനെ കാണിച്ച് സമ്മതം മേടിച്ചിട്ടാണ് സത്യവ്രത സ്വാമികൾ വായിക്കുന്നത്. ഒരർത്ഥത്തിൽ ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ ആകത്തുക ആ പ്രസംഗത്തിലുണ്ട്. ഞാൻ പരിശോധിച്ചിടത്തോളം ഈ സർവ്വമത സമ്മേളനത്തിൽ നിന്ന് ലഭ്യമായ ഏക പ്രസംഗം ഈ സത്യവ്രത സ്വാമികളുടെയാണ്. മറ്റുള്ളവരെന്താണ് പ്രസംഗിച്ചതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇതുപോലെ കിട്ടിയിട്ടില്ല. ഈ പ്രസംഗം മുഴുവൻ ലഭ്യമാണ്. അതിൽ അദ്ദേഹം വളരെ കൗതുകമുള്ള പല നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് വളരെ മനോഹരമായിട്ട് പറയുന്നൊരു കാര്യം, അലോപ്പതി ചികിത്സ കണ്ടെത്തിയത് പാശ്ചാത്യരായ ക്രൈസ്തവരാണ് എന്നതുകൊണ്ട് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. ആയുർവേദം വയസ്കര മൂസതിൻ്റെതാണ് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ആയുർവേദം ഒഴിവാക്കുന്നില്ലല്ലോ. അടുത്ത വരി, അഷ്ടാംഗഹൃദയം ബൗദ്ധരചനയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗഹൃദയം വായിക്കരുതെന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി നാളിൽ വലിവ് വന്നാൽ അഷ്ടാംഗഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. അവസാനത്തെ വാക്യം, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ
ആത്മാവിൻ്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം? ഇതാണ് ഗുരു. നിങ്ങൾക്ക് ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാം. അത്രയും മൂർത്തമായൊരു തലത്തിൽ മതഭേദം നിൽക്കുന്നില്ല. എത്രയും മൂർത്തമായ അനുഭവസ്ഥിതമായ ആനുഭവികമായൊരു തലത്തിൽ മതഭേദമില്ല. പക്ഷെ അമൂർത്തമായ ദൈവാനുഭവത്തിൻ്റെ തലത്തിൽ മതഭേദമുണ്ട്. ഇത്ര അസംബന്ധം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം കൂടിയാണ് ആ സമ്മേളനം ഉയർത്തിയത്. ഞാൻ പറയുന്നത് അങ്ങനെ സർവമത സമ്മേളനം എന്ന് പറയുന്നത് കേവലം ഒരു ഔപചാരിക മതസാഹോദര്യത്തിന് വേണ്ടിയുള്ള ഒരു വാദം എന്നതിനപ്പുറം മതത്തെ അതിൻ്റെ പ്രാഥമികാർത്ഥത്തിൽ നിന്ന് ആധുനികമായ ഒരു സമൂഹത്തിൻ്റെ മൂല്യബോധത്തിന് ഉപയുക്തമാകുന്ന ആധുനികതയുടെ തത്വശാസ്ത്രപരമായ ആധാരങ്ങളുമായി ഇടയാത്ത ഒന്നിലേക്ക് മതത്തെ ഉയർത്തുന്ന ഒരു വലിയ പരിശ്രമ വാസ്തവത്തിൽ ആ സങ്കല്പത്തിന് പിന്നിലുണ്ട്. കാരണം നമ്മുടെ മതങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഓരോ പടവുകളിൽ പിറവിയെടുത്തതാണ്. പിറവിയെടുത്ത കാലത്തിൻ്റെ അതിരുകളും പരിമിതികളും ഒക്കെ എല്ലാ മതങ്ങളിലുമുണ്ട്. മതങ്ങൾ ശാശ്വത സത്യങ്ങൾ പറയുന്നു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതത് കാലത്ത് രൂപപ്പെട്ട ആചാരങ്ങളുടെ, സമ്പ്രദായങ്ങളുടെ, പൗരോഹിത്യക്രമങ്ങളുടെ ഒക്കെ സമ്മർദ്ദങ്ങൾ മതങ്ങൾക്കകത്ത് എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. അതിനെ ഭേദിക്കുക എന്നുള്ളത്, അതിനെ ഭേദിച്ച് ഓരോ കാലത്തിൻ്റെയും നീതിബോധത്തിന് ചേരുന്നതായി മതത്തെ മാറ്റുക. അങ്ങനെ മതത്തെ മാറ്റുമ്പോൾ അത് പുറംതട്ടിലുള്ള ഔപചാരികമായൊരു പരിഷ്കരണം എന്നതിനപ്പുറം മതത്തിൻ്റെ ഭവപരമായ വിഭാവനമാക്കി മാറ്റണം എന്നത് ഒരുപക്ഷെ കേരളത്തിൽ ആലോചിച്ച, എൻ്റെ തോന്നലിൽ ഇന്ത്യയിലും അങ്ങനെ വേറെ ആരെങ്കിലും ആലോചിച്ചില്ല. അവസാന ഘട്ടം എത്തുമ്പോൾ ഗാന്ധി അതിലേക്ക് എത്തുന്നുണ്ട്. അതൊരു പ്രായോഗിക രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിലാണ് ഗാന്ധി അതിലേക്ക് എത്തുന്നത്. താൻ ഹിന്ദു ആയിരിക്കെ തന്നെ താനൊരു മുസൽമാനാണ് എന്ന് ഗാന്ധി പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായ വൈരുദ്ധ്യങ്ങളുടെ ഘട്ടത്തിലാണ്. അതിനു മുമ്പ് അദ്ദേഹം എല്ലാ മതങ്ങളും നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നെങ്കിലും ഏകമതം എന്ന യുക്തി ഗാന്ധി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടോ എന്നത് സംശയമാണ്. അതേസമയം ഗുരുവിൽ തുടക്കം മുതലേ അതുണ്ട്. ഗുരു ആധുനികതയുടെ ഒരു സാർവലൗകികതയോട്, മനുഷ്യവംശം അല്ലെങ്കിൽ പ്രാപഞ്ചികം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവ മണ്ഡലത്തോട് എങ്ങനെയാണ് ഒരാളുടെ മതാനുഭൂതിയെ ചേർത്ത് വയ്ക്കുക എന്ന വലിയ ചോദ്യമാണ് ഗുരു ചോദിക്കാൻ ശ്രമിച്ചത്. അതല്ലാതെ നമ്മൾ ഈ കാണുന്ന തമ്മിലുള്ള തർക്കം ഒഴിവാക്കി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയൂ എന്നൊരു യുക്തിയല്ല. മറിച്ച് ആധുനികതയുടെ വലിയൊരു ലോകബോധം മധ്യകാല മതാത്മകതയിൽ നിന്ന് കൊതറി പുറത്തു വന്ന് ശാസ്ത്രത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും ഒക്കെ ഒരു സന്ദർഭത്തിലേക്ക് ലോകം പ്രവേശിക്കുന്ന സമയത്ത് അതിനുകൂടി ഉപയുക്തമാകുന്ന ഒരു അനുഭവ മണ്ഡലത്തെ മതത്തിൽ നിന്ന് എങ്ങനെ നിർദ്ധാരണം ചെയ്തെടുക്കാം, ഇതിനുകൂടി പാകമായൊരു അനുഭവമൂല്യം മതത്തിന് എങ്ങനെ പ്രദാനം ചെയ്യാം എന്ന വലിയ ചോദ്യം വാസ്തവത്തിൽ ഗുരുവിലുണ്ട്. ആ വലിയ ചോദ്യം ഗുരു ആദ്യം മുതലേ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാതലായി തീർന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അപരഭാവനയാണ്. വാസ്തവത്തിൽ അത് ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ ആധുനികത ജന്മം നൽകിയ ഏറ്റവും ആഴമുള്ള വൈരുദ്ധ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആത്മവും അപരവും തമ്മിലുള്ള വിച്ഛേദമാണ്. ഇപ്പം ഫാഷിസത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അഡോണോയെ പോലുള്ള ചിന്തകർ പറഞ്ഞ ഒരു കാര്യം, ഫാഷിസം ആധുനികതയ്ക്കുള്ളിലേക്ക് മറ്റാരോ കുത്തിക്കടത്തിയ ഒരു കൃത്രിമ സംഗതിയല്ല. ഫാഷിസം എന്നത് ആധുനികതയ്ക്കുള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകട ബീജമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികതയുടെ ആത്മസങ്കല്പം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്, തന്നെ സ്ഥാപിക്കുക, തൻ്റെ ആത്മത്തെ സ്ഥാപിക്കുക എന്നത് അപരനിരാസം വഴിയാണ്, അനിഹിലേഷൻ ഓഫ് ദ അതർ. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാനൊരു നല്ല ആണായിത്തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒരാൾ ഒത്ത പുരുഷനായിത്തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്ത്രൈണമായ എല്ലാ ഭാവഭാവങ്ങളും അയാളിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോഴാണ്. സ്ത്രൈണമായ ഭാഷ, ഉടുപ്പ്, നടപ്പ്, പെരുമാറ്റം, അംഗ്യവിക്ഷേപങ്ങൾ ഇതെല്ലാം ഒഴിവാകുമ്പോൾ ഒത്ത പുരുഷനായി. അതായത് ഒത്ത പുരുഷൻ എന്നത് സ്ത്രീയുടെ നിരാശാണ്, ഒത്ത സ്ത്രീ എന്നത് പുരുഷൻ്റെ നിരാശാണ്. ഈ ഒരു ഹിംസാത്മകത, ഇതിനെയാണ് ആധുനികത വളരെ പ്രബലമായി ശക്തിപ്പെടുത്തിയെടുത്തത് എന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. അഡോണോ അത് വളരെ മുമ്പേ
ജ്ഞാനോദയത്തിൻ്റെ ഒരു ആന്തരിക വൈരുദ്ധ്യം എന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തെ വലിയ ചിന്തകരൊക്കെ അതുകൊണ്ടാണ് ഈ സെൽഫ് എന്നതിനെ എസെൻഷ്യലായിട്ട് കാണാതെ റിലേഷണലായി കാണാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് റിലേഷൻസ് എന്ന് മാർക്സ് പറയുന്നതിനുള്ളിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. ബന്ധങ്ങളാണ്, അല്ലാതെ സത്തയല്ല. മുൻകൂറായി നൽകപ്പെട്ട ഒരു സത്തയും അല്ല മനുഷ്യൻ ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളുടെ ആകെത്തുകയിൽ സാധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാനുഷികത. ആ ബന്ധങ്ങളെല്ലാം അഴിഞ്ഞു പോയാൽ ഇതും അഴിഞ്ഞു പോകും. അല്ലാതെ ബന്ധങ്ങൾക്കെല്ലാം മുമ്പേ നിലനിൽക്കുന്നതും ആദ്യമേ തന്നെ നൽകപ്പെട്ടതുമായ ഒരു കേവല ചൈതന്യമായിട്ടും മനുഷ്യനെ കണ്ടുകൂടാ. ആ കാഴ്ചയിലൊക്കെ തന്നെ ഉടനീളം ഒരു അപരനിരാസം ഉണ്ടാകും, അപരനിഷേധം ഉണ്ടാകും. അതുകൊണ്ട് പാശ്ചാത്യ ആധുനികതയുടെ ഹിംസാത്മകത തന്നെ അതിലെ വ്യക്തിസ്വത്വ സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പിന്നീട് ഫാഷിസത്തെയൊക്കെ മുൻനിർത്തി നടന്ന ആലോചനകളെ കൂടി നാം പരിഗണിച്ചാൽ ഗുരു മുമ്പോട്ട് വെച്ച അപരദർശനത്തിന് എത്രയോ വ്യാപ്തിയുണ്ടെന്ന് കാണാൻ പറ്റും. കാരണം സെൽഫ് എന്നതിനെ ഗുരു എപ്പോഴും അതറിനോട് ചേർത്തിട്ടേ ഉള്ളൂ. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയപ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാലേ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ശരിയുടെ മാനദണ്ഡം എന്താണ്? ഐ വിൽ ഗീവ് യു എ ടാലിസ്മാൻ എന്ന് പണ്ട് ഗാന്ധി പറയുന്നല്ലോ. ഞാനൊരു ഒരകല്ല് തരാം. ഗുരുവിൻ്റെ ഒരകല്ല് എന്തായിരുന്നു? അപരപ്രിയ ഹേതുത്വം. ആത്മം ശരിയാകുന്നോ അപരപ്രിയ ഹേതു ആകണം എന്നതാണ്. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം എന്ന് പറയുന്നുണ്ട്. ആത്മവിരോധമാണ്, ആത്മത്തിനെതിരാണ് ഒരുവന് നല്ലതും അന്യനല്ലലും. ഇങ്ങനെ അപരമെന്ന സങ്കല്പത്തെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും വിടർത്താൻ ശ്രമിച്ച് അത് ആത്മത്തിൻ്റെയും അത് ദൈവാനുഭവത്തിൻ്റെയും അധ്യാത്മത്തിൻ്റെയും കാതലാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഗുരു ഈ സർവമത സാഹോദര്യമെന്നോ ഏകമതമെന്നോ ഒക്കെയുള്ള ആശയത്തെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പല തലങ്ങളിൽ പടരുന്ന ഒന്നാണ്. ഒരു ഭാഗത്ത് ഭാഷണ രൂപങ്ങളെക്കുറിച്ച്, ഒരു ഭാഗത്ത് ദൈവഭാവനയെക്കുറിച്ച്, മറ്റൊരു ഭാഗത്ത് മതത്തിൻ്റെ ഭാവപരമായ ഉള്ളടക്കത്തെക്കുറിച്ച് ഒക്കെയുള്ള വളരെ ബഹുശാഖിയായി വികസിച്ച് നിൽക്കുന്ന ഒരാശയ മണ്ഡലം വാസ്തവത്തിൽ ഗുരുവിൻ്റെ ഏകമതം എന്ന തത്വത്തിനുള്ളിലുണ്ട്. അത് പക്ഷേ നാം നമ്മുടെ പിൽക്കാല ആലോചനകളിൽ അവിടെ ഗുരു മതത്തിൻ്റെ ആധ്യാത്മികമെന്നോ മറ്റുള്ള പരിവേഷത്തെ സമൂഹത്തിൻ്റെ ഭൗതികമായ പരിസരങ്ങളുമായി ചേർക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭൗതിക ആധ്യാത്മികം എന്ന ദ്വന്ദ്വവാദപരമായ വിഭജന യുക്തിയോട് ഗുരു ചേരാതിരുന്നത്. എന്നതിൻ്റെ അർത്ഥം ഗുരു യുക്തിവാദിയായി എന്നൊന്നുമല്ല, അത് യുക്തിവാദികളുടെ ഒരു സൂക്കേടാണ്. ഗുരു അങ്ങനെ യുക്തിവാദിയൊന്നും ആയിട്ടില്ല. പക്ഷേ യുക്തിവാദത്തിലൊരു തരക്കേടുണ്ടെന്ന് കരുതിയിട്ടുമില്ല. അയ്യപ്പൻ മാഷാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണല്ലോ ഗുരുവിൻ്റെ പ്രമാണം. അപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്നുകൂടിയുണ്ട്. നമ്മളിപ്പോൾ അത് പറയാറില്ല സൗകര്യത്തിന്. അയ്യപ്പൻ മാഷ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഗുരുവിനെ കാണിച്ചു. ഗുരു പറഞ്ഞു ഇതായാലും മതി എന്ന് പറഞ്ഞു. ദൈവദശ എഴുതി കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ മാഷ് സയൻസ് ദശക എഴുതി. അപ്പോൾ സയൻസ് ദശക എഴുതിയിട്ട് ഗുരുവിനോട് ആരോ പറഞ്ഞു ദൈവദശകത്തിനെതിരെ എഴുതിയേക്കണതാണ് സയൻസ് ദശകം. അപ്പം പറഞ്ഞു ഇനി എല്ലാവരും ദൈവദശകം വായിച്ച് കൂടെ സയൻസ് ദശകവും കൂടി വായിക്കണം എന്ന് പറഞ്ഞു. നിസാർ അഹമ്മദ് ഗുരുവിനെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, ആരെയെങ്കിലും തൻ്റെ പ്രതിദ്വന്ദിയാക്കാൻ ഗുരു അനുവദിച്ചിട്ടില്ല. എതിരാളിയുടെ സ്ഥാനത്ത് ഒരാളെ നിർത്തില്ല, അയാളെ കൂടെ കൂട്ടും. വാഗ്ബിടാനെന്ന് വന്നിട്ട് പറയുന്നുണ്ട്, വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ച് തർക്കിച്ചിട്ട് പറയും ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു നാം യോജിക്കുന്നില്ല, മൂപ്പര് നടത്തിയ പ്രതിഷ്ഠയെക്കുറിച്ചാണ് യോജിക്കുന്നില്ല എന്ന് വാഗ്ബിടാനെന്ന് പറഞ്ഞത്. അതിനോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് ഗുരുവും പറഞ്ഞത്. അപ്പോഴാണ് പിന്നെ പഴയ ചോദ്യം, പിന്നെ എന്തിന്, അത് അവർക്ക് വേണ്ടിയല്ലേ എന്നൊരു ഉത്തരവ്. ഞാൻ പറഞ്ഞത് ഈ ഗുരുവിൻ്റെ ഈ സമീപനത്തിൽ വാസ്തവത്തിൽ ആത്മാപരങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വവാദപരമായ വിഭജനത്തെ, അധ്യാത്മ ഭൗതികങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വവാദപരമായ വിഭജനത്തെ, വ്യക്തി സമൂഹം എന്ന ദ്വന്ദ്വവാദപരമായ വിഭജനത്തെ മറികടക്കാൻ പോന്ന തത്വശാസ്ത്രപരമായ ഭാവപരമായ വലിയൊരാലോചനയുടെ മണ്ഡലം വാസ്തവത്തിൽ ഗുരുവിൻ്റെ ഈ പലതരത്തിലുള്ള പ്രവൃത്തികളിലും എഴുത്തുകളിലുമായിട്ട് കൂടിക്കലർന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് സർവമത സമ്മേളനം എന്നത് വാസ്തവത്തിൽ 100 കൊല്ലം മുമ്പ് നടന്നൊരു സമ്മേളനമല്ല. ഒരുപക്ഷെ ആധുനിക കേരളത്തിൻ്റെ ചിന്താചരിത്രത്തിൽ നടന്ന ഏറ്റവും വിപ്ലവകരമായ,
ഏറ്റവും മൗലികമായ പുനരാലോചനയുടെ ഒരു പേര് കൂടിയാണ് വാസ്തവത്തിൽ സർവമത സമ്മേളനം. ആ മഹാവ്യാപ്തിയിൽ നമുക്ക് ഗുരുവിനെ തിരിച്ചറിയാനോ ഈ ആലോചനയെ മനസ്സിലാക്കാനോ ഈ ആശയങ്ങളെ അഭിസംബോധന ചെയ്യാനോ ഇന്ന് കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ സങ്കടകരമാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. കാരണം ഈ ആശയ സംവാദം എന്ന് പറയുന്നത് അന്യോന്യം ചീത്ത വിളിക്കലാണെന്നും ഇന്നാരാണ് വാദിച്ച് ജയിച്ചത്, ഏതാണ്ട് പോരുവഴികൾ തമ്മിലുള്ള പോര് കാണുന്ന പോലെയാണ് ചർച്ച കാണുന്നത്. ആരാണ് നല്ല പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞത്, ആരാരെയാണ് മലർത്തി അടിച്ചത് എന്ന മട്ടിലുള്ളൊരു മല്ലയുദ്ധം കാണാൻ തയ്യാറായിരിക്കുകയും അത് സാമൂഹ്യ ബോധമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ആളുകൾക്ക് കഴിയുകയും ചെയ്താൽ പിന്നെ വലിയ പ്രയാസമാണ്. ആരോ പറഞ്ഞ പോലെ അറിവില്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ല, അറിവില്ല എന്ന് അറിയില്ലെങ്കിൽ പക്ഷെ നിവൃത്തിയില്ല. എൻ്റെ അടുത്ത് പണ്ടെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലായില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്നാണ്. എന്നതുപോലെ ഈ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യാജത്തിൻ്റെ അന്തരീക്ഷം കൊണ്ട് വലയം ചെയ്യപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. മതം എന്ന് പറയുന്നത് ഇമ്മാതിരി ഭ്രാന്തായി കഴിഞ്ഞാൽ, മതമെന്ന് പറയുന്നത് വെറും ആചാരമാണ് എന്ന് ധരിക്കാൻ ഒരു മടിയുമില്ലാത്ത, ഏത് ഹിംസയും മതത്തിൻ്റെ പേരിൽ ശരിയാകുന്ന ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കഴിയുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അതിൽ നിറയൊഴിച്ച് ചോര ഒഴുകുന്ന സമയത്ത് ഗോഡ്സേക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇത് നിങ്ങൾക്ക് 50 കൊല്ലം മുമ്പ് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് അത്ര സ്വാഭാവികമായി കഴിഞ്ഞു. ഗുജറാത്തിലെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പറഞ്ഞൊരു വാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗോഡ്സെ രാജ്യസ്നേഹിയായിരുന്നു, ഗാന്ധിയും. ഇങ്ങനെയുണ്ട്. ഇത് ഗുജറാത്തിലെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പറഞ്ഞൊരു വാക്യമാണ്. ഈ വാക്യം ഏറ്റുപറയാൻ കൽപ്പുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഇന്ത്യയിലുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല. അങ്ങനെ ഒരു ലോകത്തിൻ്റെ നടുവിലാണ് നാം ഗുരുവിനെ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഗുരു ഒരു പഴയ ഓർമ്മയല്ല, പ്രവൃത്തിയായി മാറേണ്ട ഒരു ഓർമ്മയാണ്. പ്രവൃത്തിയാക്കാൻ കഴിയുമോ എന്നത് വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഉയരുന്നൊരു ചോദ്യമാണ്. അതിനെ ആത്മബലത്തോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് കാലം നമ്മോട് ചോദിക്കുന്നുണ്ട്. വക്കം മൗലവി ഉണ്ടെങ്കിൽ അദ്ദേഹവും ചോദിക്കുമായിരുന്നു. ആ കാലത്തിൻ്റെ ധീരതയാർന്നൊരു ശബ്ദം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ലക്ഷ്യവാക്യം ഉണ്ടല്ലോ, ഭയകൗടില്യ ലോഭങ്ങൾ വിളർക്കില്ലൊരു നാടിനെ. ഇന്ന് ഈ ഭയകൗടില്യ ലോഭങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമായി ഇരുളാണ്ടുപോയ ഒരു കാലത്തിൻ്റെ നടുവിൽ ആ വാക്യം കൂടി ഓർക്കണം. വക്കം മൗലവിയുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ. സർവമത സമ്മേളനത്തിൻ്റെ ഓർമ്മകളെയും ദീപ്തമായി നമ്മെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവരും നമസ്കാരം.